on the way to Lulu Trampoline. ലുലുവിലെ ട്രംപോളിൻ പാർക്കായ റീബൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ യൂസ് ചെയ്യാൻ അവർ ചാർജ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഈ പച്ച സോക്സ് തരും. അതിൻ്റെ ഇടയിൽ ട്രംപോളിനിൽ ലാൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഫ്ലിപ്സ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ട്രംപോളിനാകുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് പഠിക്കാൻ സുഖമാണ്. ട്രംപോളിൻ്റെ ഒക്കെ ഒരു പുഷ് ഉണ്ടാകുമ്പോൾ നമുക്ക് ടെക്നിക്കൊക്കെ പഠിക്കാൻ ജമ്പ് നല്ല ഹൈറ്റൊക്കെ കിട്ടും. പക്ഷേ ട്രംപോളിനായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അത് റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാം. ഇപ്പോൾ ട്രംപോളിനായിട്ട് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഫ്രണ്ട് ഫ്ലിപ്പിൻ്റെ ആക്ഷനും വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഫ്ലിപ്പിൻ്റെ ട്രംപോളിലുള്ള ബേസിക്സ് പൊരുത്തപ്പെടാനുണ്ട്. ട്രംപോളിൽ എപ്പോഴും 2 കാലിൽ ലാൻഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എല്ല് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രംപോളിൽ ഇറങ്ങാൻ പാടില്ല. അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി പറ്റും. ഓക്കെ, ട്രംപോളിനിൽ ഫ്ലിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഡേഞ്ചറസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ചേച്ചിയെ ഇതൊക്കെ എന്ത് നെക്സ്റ്റ് എങ്ങനെയുണ്ട്? മണലിനെക്കാട്ട് ബുദ്ധിമുട്ടപ്പത് പിന്നല്ല വിചാരിക്കണ പോലെ അല്ല. അവിടുന്ന് കുറച്ച് മണൽ കൊണ്ടുവന്നാ മതി. അതുപോലെ പിന്നല്ലാണ്ട് ഞാൻ ചെയ്യാത്ത ഓവർ പ്രഷർ കൊടുത്താൽ ബൗൺസ് ചെയ്യും. Akash, how is your trampoline experience? I'm little scared for this because Master just now said that this is not that trampoline. that one, other one is medical trampoline. This one is different, recreation trampoline. Little strain in back looking at other jump. That's why. This one is not that one. That one is not this one. Only one person standing. Automatic. Catch him. Version 2. Left leg, right leg, the whole leg. മനസ്സിലായില്ല. നമ്മളിപ്പോൾ റണ്ണിങ് നമുക്കിത് കുറച്ചൊക്കെ നല്ല ഈ റണ്ണിങ് തന്നെ സ്മൂത്തിൽ കിടക്കണം. സ്മൂത്തിൽ കിടക്കണം. റണ്ണിങ് അവിടെ ഗ്ലാസ്
ഇപ്പോൾ പാർക്കറിൽ വരുന്ന കുറച്ച് സംഭവങ്ങളാണ് മാസ്റ്റർ പഠിപ്പിച്ചു തരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് റണ്ണിങ്ങിൽ ഒബ്സ്റ്റക്കിൾസ് ഇടയിൽ വന്നു കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ റണ്ണിൻ്റെ സ്പീഡ് കുറയ്ക്കാതെ ജമ്പ് ചെയ്ത് പോവാന്നുള്ളതിൻ്റെ ടെക്നിക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സ്വരം പഠിച്ചല്ലോ. ട്രംപോളിൻ പാർക്കിലെ സ്റ്റാഫ് നല്ല അടിപൊളിയായിട്ട് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ട്. സൂപ്പർ. 2 ബാച്ചിൻ്റെയും അരമണിക്കൂർ വെച്ചിട്ടുള്ള സെഷൻ കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് മാസ്റ്ററും ഞങ്ങൾ കുറച്ച് ആൾക്കാരും മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്രണ്ട് ഫ്ലിപ്പ് ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ചാൻസിൽ മാക്സിമം കഴിയുന്നത്രയും പഠിച്ചെടുക്കണം. ഫ്രണ്ട് ഫ്ലിപ്പും കൂടി കൂട്ടത്തിൽ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മാസ്റ്റർ ചോദിച്ച ഉടനെ എറണാകുളം വർക്ക്ഷോപ്പിന് മാസ്റ്റർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച്. അപ്പോൾ ക്ലാസ്സിന് വന്നപ്പോൾ നമ്മളെ സ്വന്തം പ്രാക്ടീസസ് വളരെ കുറവാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം വേണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം വളരെ കിട്ടാറില്ല. അപ്പോൾ ഫ്രണ്ട് ഫ്ലിപ്പ് ഇവിടുന്ന് ബേസിക്സ് നോക്കുക, മാക്സിമം ചെയ്ത് നോക്കി. ടെക്നിക്സ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. എനിക്ക് ലാൻഡിങ്ങിൽ ഇപ്പോഴും പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടി. ട്രംപോളിനായിട്ടുള്ള ഐഡിയ നല്ല സെറ്റായി. അപ്പോൾ ഫ്ലിപ്പും അതായത് ലാൻഡിങ്ങൊക്കെ പക്കയായിട്ട് കിട്ടി. എനിക്കെപ്പോഴും ലാൻഡിങ്ങിനാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. പ്രാക്ടീസ് ചെയ്ത് അത് മൈൻഡിൽ ക്ലിക്കാവും. അപ്പോൾ റെഡിയാവും, എല്ലാം സെറ്റാക്കി എടുക്കും. മാസ്റ്റർ സപ്പോർട്ടിൽ ഫ്ലിപ്പ് ചെയ്തു, അപ്പോഴും ലാൻഡിങ്ങിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഇന്ത്യയും കൂടി ജീവിതത്തിലെ ആദ്യത്തെ ട്രംപോളിൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അടിപൊളിയായി. ഇനി ബാക്കി കാണാം. ഓക്കെ.